ഹായ് എവ്രി വൺ. ഇ ഡ്രോപ്സ് എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണെന്ന് പറയുന്നത്. ഫ്യൂച്ചർ ടെൻസിലെ ഒന്നാമത്തേതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഇതിൻ്റെ പാറ്റേൺ എന്താണെന്ന് നോക്കാം. സബ്ജക്റ്റിൻ്റെ കൂടെ വിൽ അല്ലെങ്കിൽ ഷാൾ പ്ലസ് V1 വെർബിൻ്റെ ബേസ് ഫോം ഒന്നാമത്തെ രൂപം. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും വില്ലും ഷാളും ഉപയോഗിക്കാം. എല്ലാ സബ്ജക്റ്റിനും ഒരുപോലെയാണ് ഇതിൻ്റെ ഉപയോഗം. നമുക്ക് ഈ പാറ്റേണിലുള്ള സെൻറ്റൻസുകൾ നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൾ പ്ലസ് V1. ഹി വിൽ കം ടുമോറോ. അവൻ നാളെ വരും. ഹി വിൽ കം, അവൻ വരും. ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, വില്ലുണ്ട്, വേർബിൻ്റെ ഒന്നാമത്തെ രൂപമുണ്ട്. ദേ വിൽ ഗോ ടു UK നെക്സ്റ്റ് മന്ത്. They will go to UK next month. അവർ അടുത്ത മാസം UK പോകും. ഇവിടെ they will go, അവർ പോകും. സബ്ജക്റ്റ് ഉണ്ട്, വില്ലുണ്ട്, വെർബിൻ്റെ ഒന്നാമത്തെ രൂപമുണ്ട്. I will return your book next week. ഞാൻ നിന്റെ പുസ്തകം അടുത്തയാഴ്ച തിരിച്ചു തരുന്നതാണ്. I will return, ഞാൻ തിരികെ തരും. ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, വില്ലുണ്ട്, വെർബിൻ്റെ ഒന്നാമത്തെ രൂപമുണ്ട്. ഒന്നുകൂടി വായിക്കാം. ഹി വിൽ കം ടുമോറോ, അവൻ നാളെ വരും. ദേ വിൽ ഗോ ടു UK നെക്സ്റ്റ് മന്ത്, അവർ അടുത്ത മാസം UK പോകും. ഐ വിൽ റിട്ടേൺ യുവർ ബുക്ക് നെക്സ്റ്റ് വീക്ക്, അടുത്തയാഴ്ച ഞാൻ നിന്റെ ബുക്ക് തിരിച്ചു തരും. അപ്പോൾ ഇവിടെയൊക്കെ ഭാവിയിലെ ഒരു കാര്യം നടക്കും, ചെയ്യും, പോവും, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഒരു പ്രത്യേക സംഗതി, ഒരു പ്രവർത്തനം നടക്കും, ഒരു പ്രവൃത്തി നടക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. ഇവിടെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതിലൊരു ഉപയോഗമാണ് ഇത്. നമുക്ക് മറ്റുപയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത് നോക്കാം. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇത്തരം സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നത് നോക്കാം. ഒന്നാമത്തേത് ടു പ്രെഡിക്റ്റ് എ ഫ്യൂച്ചർ ഇവൻറ്റ്. ഭാവിയിലെ ഒരു സംഭവം പ്രവചിക്കാൻ നമ്മൾ സെൻറ്റൻസുകൾ പറഞ്ഞല്ലോ. അവൻ വരും, പോവും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ മഴ പെയ്യും, നാളെ മഴ പെയ്യും, ഇന്ന് രാത്രി മഴ പെയ്യും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഒരു ഉപയോഗം അതാണ്, ഒരു സാഹചര്യം. ടു പ്രെഡിക്റ്റ് എ ഫ്യൂച്ചർ ഇവൻറ്റ്. ഇനി മറ്റൊന്ന് നോക്കാം. ടു എക്സ്പ്രസ് എ സ്പോണ്ടേനിയസ് ഡിസിഷൻ വിത്ത് ഐ ഓർ വി. അപ്പോൾ ഐൻ്റെ വിൻ്റെ കൂടെ ആയിട്ടാണ് ഈ സെൻറ്റൻസ് ഉപയോഗിക്കുക. സ്വതസിദ്ധമായ ഒരു തീരുമാനം പ്രകടിപ്പിക്കാൻ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഹോട്ടലിലൊക്കെ ബില്ലടക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം, ഞാൻ പേ ചെയ്യാം എന്നിട്ട് പെട്ടെന്ന് ആ സമയത്ത് നമുക്ക് തോന്നുന്നൊരു കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഒരു ഉപയോഗം. അതാണ് ഒരു സാഹചര്യം. ടു എക്സ്പ്രസ് എ സ്പോണ്ടേനിയസ് ഡിസിഷൻ. ഇനി മൂന്നാമത്തേത് ടു എക്സ്പ്രസ് വില്ലിങ്നെസ്, സന്നദ്ധത പ്രകടിപ്പിക്കാൻ. നമുക്ക് ഒരു കാര്യം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടിയിട്ട്. ക്ലീനിങ് ഞാൻ ചെയ്യാട്ടോ, വാഷിങ് ഞാൻ ചെയ്യാട്ടോ, അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏറ്റെടുത്ത് പറയുന്നതിനാണ്, സന്നദ്ധത പ്രകടിപ്പിക്കുന്നതിനാണ് നമ്മൾ മറ്റൊരു തരത്തിൽ ഉപയോഗിക്കുന്നത്. സന്നദ്ധത പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇതിനെ ഉപയോഗിക്കും, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന് ഉപയോഗിക്കും. അതുപോലെ ഇൻ ദ നെഗറ്റീവ് ഫോം ടു എക്സ്പ്രസ് അൺവില്ലിങ്നെസ്. ഇവിടെ സന്നദ്ധത പ്രകടിപ്പിച്ച പോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇഷ്ടക്കേടുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവൻ ചെയ്യില്ല, അവൻ കഴിക്കില്ല അങ്ങനെയൊക്കെ പറയല്ലോ. നീ കോഫി ഉണ്ടാക്കിയിട്ട് അവൻ കഴിക്കില്ല, അതന്നെ പറ്റില്ല എന്ന് നമ്മൾ പറയല്ലോ. അവൻ കഴിക്കില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ അൺവില്ലിങ്നെസ് ഇൻ ദ നെഗറ്റീവ് ഫോം. അപ്പം ഇല്ല എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവായിട്ടാണ് ഇവിടെ പറയുന്നത്. മറ്റതൊക്കെ നമ്മൾ ചെയ്യും, പോവും അങ്ങനെയൊക്കെയല്ലേ പറയാം, ചെയ്യാം എന്നൊക്കെ. അതുപോലെ ഇത് നെഗറ്റീവ് ഫോമിലാണ്. അതുപോലെ അല്ല ഇതുള്ളത്, നെഗറ്റീവ് ഫോമിലാണ്, ചെയ്യില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഇഷ്ടക്കേട് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഹി വോണ്ട് ഈറ്റ് ദിസ് സൂപ്പ് അല്ലെങ്കിൽ ഹി വോണ്ട് ഡ്രിങ്ക് ദിസ് കോഫി എന്നൊക്കെ നമുക്ക് പറയാം. അവനത് പറ്റില്ല, അതിന് കഴിക്കില്ല, ഇഷ്ടമില്ല എന്നുള്ള അർത്ഥത്തിൽ നമുക്കിത് പറയാം. അൺവില്ലിങ്നെസ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് ഫോമിൽ ഉപയോഗിക്കുന്ന ഒരു രൂപമാണ് നാലാമത്തേത്. അഞ്ചാമത്തേത് ഇൻ്ററഗേറ്റീവ് ഫോം. ഇൻ്ററഗേറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആണ്.
ചോദ്യമാണ്. ടു മേക്ക് ആൻ ഓഫർ, ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. വിത്ത് ഐ യൂസിങ് ഷാൾ. അപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രൂപമാണ് മറ്റൊന്ന്. ഒരു സാഹചര്യം നമ്മൾ ചോദിക്കാം ഇങ്ങനെയൊക്കെ, ഞാനിത് കൊണ്ടുവരട്ടെ, ഞാനിത് എടുത്തു തരട്ടെ, ഞാൻ ജനൽ തുറക്കട്ടെ. ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് ഒരു പ്രവൃത്തി നമ്മൾ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി ആറാമത്തേത് ഇന്റർഗേറ്റീവ് ഫോം തന്നെയാണ്. ഇതും ക്വസ്റ്റ്യൻ ആണ്. ടു മേക്ക് എ സജഷൻ, നിർദ്ദേശം ചോദിക്കാൻ. നമുക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ചോദിക്കാം. നമുക്കൊരു കാര്യം ചോദിച്ചിട്ട് വിത്ത് വി യൂസിങ് ഷോൾ. വി വെച്ചിട്ടാണ് ഈ സെന്റൻസ് ഉണ്ടാവുക. ഇന്ന് നമുക്ക് സിനിമക്ക് പോയാലോ, നാളെ നമുക്ക് ടൂർ പോയാലോ, എനിക്ക് നമ്മൾ ചോദിക്കില്ലേ. ഇങ്ങനെ മറ്റുള്ളവരുടെ അഭിപ്രായം എന്താ, പോവാമെന്നോ പോവണ്ട എന്നോ അങ്ങനെയുള്ള അഭിപ്രായ നിർദ്ദേശങ്ങൾ ചോദിക്കാൻ വേണ്ടി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചോദിക്കില്ലേ, പോയാലോ എന്ന് ചോദിക്കില്ലേ. അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് മറ്റൊന്ന് ഇന്റർഗേറ്റീവ് ഫോം ടു മേക്ക് സജഷൻ. ഇനി ഏഴാമത്തേത് ടു ആസ്ക് ആൻ അഡ്വൈസ് ഓർ ഇൻസ്ട്രക്ഷൻ, ഉപദേശമോ നിർദ്ദേശമോ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. വിത്ത് ഐ യൂസിങ് ഷോൾ. ഷോൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചോദിക്കുന്നത്. ഐയുടെ കൂടെ, ഐ എന്ന സബ്ജക്റ്റിന്റെ കൂടെയാണ് ചോദിക്കേണ്ടത്. ഐ എന്ന സബ്ജക്റ്റിന്റെ കൂടെയാണ് ഇത്തരം സെന്റൻസുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ എന്താ പറയേണ്ടത്, നീ വരുന്നില്ല, അതിന്റെ റീസൺ ഞാൻ എന്താ അവരോട് പറയേണ്ടത്, അമ്മയോട് ഞാൻ എന്താ പറയേണ്ടത്, ഈ ക്യാഷിനെ കുറിച്ച് ഞാൻ അവരോട് എന്താ പറയേണ്ടത്, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കില്ലേ. അപ്പോൾ നിർദ്ദേശമോ ഉപദേശമോ ചോദിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ നമ്മൾ എങ്ങനെ പറയേണ്ടത്, പ്രസന്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഈ ആളോട് നമ്മൾ ചോദിച്ചറിയാണ്. അപ്പോഴും നമ്മൾ ഐ എന്ന സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ചോദിക്കുകയാണല്ലോ, അപ്പം ഐ ആണല്ലോ. ഷാൾ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം സെന്റൻസുകൾ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് മറ്റൊരു സാഹചര്യം. ടു ആസ്ക് ആൻ അഡ്വൈസ് ഓർ ഇൻസ്ട്രക്ഷൻ, ഉപദേശമോ നിർദ്ദേശമോ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇനി എട്ടാമത്തേത് ടു ഗീവ് ഓർഡേഴ്സ്, ഓർഡർ ചെയ്യാൻ, നമുക്ക് കൽപ്പനകൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. വിത്ത് യു. യു, നീ അങ്ങനെ ചെയ്യണം, നീ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മറ്റൊരാൾക്ക് സെക്കൻഡ് പേഴ്സണിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാണ്. സെക്കൻഡ് പേഴ്സണിനോട് ഓർഡർ ചെയ്യുന്ന രൂപമാണിത്, ടു ഗീവ് ഓർഡേഴ്സ്. നമുക്ക് ഉദാഹരണമായിട്ട് യു വിൽ ഡു എക്സാക്ട്ലി, അപ്പം ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യണം. അപ്പോൾ ഇതാണ് മറ്റൊരു സാഹചര്യം. യു വിൽ ഡു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയും ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട്, നീ ചെയ്യൂ. ഇനി മറ്റൊന്ന് ടു ഗീവ് അൻ ഇൻവിറ്റേഷൻ, ക്ഷണം നൽകാൻ. ഇതും യു എന്ന സബ്ജക്റ്റിന്റെ കൂടെയാണ് ഉപയോഗിക്കുക. ടു ഗീവ് അൻ ഇൻവിറ്റേഷൻ വിത്ത് യു, ക്ഷണം നൽകാൻ വേണ്ടിയിട്ട്. നീ പോരുന്നോ എൻ്റെ കൂടെ, അല്ലെങ്കിൽ വിൽ യു മാരി മീ, എന്നെ വിവാഹം കഴിക്കാമോ. അപ്പം നമുക്ക് അതൊക്കെ ഒരു ക്ഷണമാണ്, നമ്മുടെ ലൈഫിലേക്കുള്ളൊരു ക്ഷണം. അതുപോലെ എൻ്റെ കൂടെ ഡാൻസ് ചെയ്യാൻ വരുമോ, അങ്ങനെയൊക്കെ നമ്മൾ ക്ഷണിക്കുന്നതിനും വേണ്ടിയിട്ട് ഇങ്ങനെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കും. ഒരുപാട് സാഹചര്യങ്ങളായി, നമുക്ക് ഒന്നുകൂടി നോക്കാം. ഒന്നാമത്തേത് ടു പ്രെഡിക്റ്റ് എ ഫ്യൂച്ചർ ഇവന്റ്, ഭാവിയിലെ ഒരു സംഭവം പ്രവചിക്കാൻ. രണ്ടാമത്തേത് ടു എക്സ്പ്രസ് എ സ്പോണ്ടേനിയസ് ഡിസിഷൻ, സ്വതസിദ്ധമായ ഒരു തീരുമാനം പ്രകടിപ്പിക്കാൻ. മൂന്നാമത്തേത് ടു എക്സ്പ്രസ് വില്ലിങ്നെസ്, സന്നദ്ധത പ്രകടിപ്പിക്കാൻ. നാലാമത്തേത് ഇൻ ദ നെഗറ്റീവ് ഫോം ടു എക്സ്പ്രസ് അൺവില്ലിങ്നെസ്, ഇഷ്ടക്കേടുകൾ പ്രകടിപ്പിക്കാൻ. നെഗറ്റീവ് ഫോമിലാണ്, ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയുക, ഇഷ്ടക്കേടുകൾ പ്രകടിപ്പിക്കാൻ. അഞ്ചാമത്തേത് ഇന്റർഗേറ്റീവ് ഫോം, ചോദ്യരൂപത്തിൽ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ടു മേക്ക് ആൻ ഓഫർ, ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദ്യരൂപത്തിൽ ചോദിക്കുന്ന ഒരു രൂപമാണ് അഞ്ചാമത്തേത്. ആറാമത്തേത് ഇന്റർഗേറ്റീവ് ഫോം തന്നെയാണ്, ഇതും ചോദ്യരൂപം തന്നെയാണ്. ടു മേക്ക് എ സജഷൻ, ഒരു അഭിപ്രായം അല്ലെങ്കിൽ നിർദ്ദേശം ചോദിക്കാൻ വേണ്ടിയിട്ട്. ഏഴാമത്തേത് ടു ആസ്ക് ആൻ അഡ്വൈസ് ഓർ ഇൻസ്ട്രക്ഷൻ, ഉപദേശമോ നിർദ്ദേശമോ ചോദിക്കാൻ വേണ്ടിയിട്ട്. ടു ആസ്ക് ആൻ അഡ്വൈസ് ഓർ ഇൻസ്ട്രക്ഷൻ. എട്ടാമത്തേത് ടു ഗീവ് ഓർഡേഴ്സ്, കൽപ്പനകൾ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഓർഡർ ചെയ്യാൻ. അത് യു എന്ന സബ്ജക്റ്റിനോട് നമ്മൾ സെക്കൻഡ് പേഴ്സണിനോട് നമ്മൾ ഓർഡർ ചെയ്യുകയാണ്. ഒമ്പതാമത്തെ ടു ഗീവ് ആൻ ഇൻവിറ്റേഷൻ, ക്ഷണം നൽകാൻ, ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. ടു ഗീവ് ആൻ ഇൻവിറ്റേഷൻ, ക്ഷണം നൽകാൻ. ഇങ്ങനെ 9 തരം ഉപയോഗങ്ങളുണ്ട് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ സെന്റൻസുകൾക്ക്.
നമുക്ക് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഈ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ് സെന്റൻസുകൾ വരിക. ഈ 9 തരം സാഹചര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ സെന്റൻസുകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ പാറ്റേൺ ഒന്നുകൂടി നോക്കാം. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാൾ, പിന്നെ വെർബിന്റെ ഒന്നാമത്തെ രൂപം. നമ്മൾ മോഡേൺ ഇംഗ്ലീഷിൽ വിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ചില ചോദ്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വിൽ തന്നെയാണ് നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. ഷാൾ എന്ന് ഉപയോഗിക്കുന്നത് ചോദ്യ രൂപത്തിൽ, നമ്മൾ ഇന്റർഗേറ്റീവ് ഫോം പറഞ്ഞല്ലോ, ഉപദേശമോ നിർദ്ദേശമോ ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലാണ് ഷാൾ ഉപയോഗിക്കുന്നത്. അല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ വിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടും ഉപദേശമോ നിർദ്ദേശമോ ചോദിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ നമ്മൾ ഷാൾ ഉപയോഗിക്കും. അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ വില്ലാണ് സബ്ജക്റ്റിന്റെ കൂടെ ചേർക്കുന്നത്. എല്ലാ സബ്ജക്റ്റിന്റെ കൂടെയും വിൽ തന്നെയാണ് ചേർക്കുക, അല്ലെങ്കിൽ ഷാൾ. പിന്നെ വെർബിന്റെ ഒന്നാമത്തെ രൂപം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് പറഞ്ഞത്. ഇതിന്റെ പാറ്റേൺ ആണിത്. സെന്റൻസുകൾ നമ്മൾ പറഞ്ഞു. ഹി വിൽ കം ടുമോറോ, ദേ വിൽ ഗോ ടു UK നെക്സ്റ്റ് മന്ത്, ഐ വിൽ റിട്ടേൺ യുവർ ബുക്ക് നെക്സ്റ്റ് വീക്ക്. ഇത്തരം സെന്റൻസുകൾ നമ്മൾ പറഞ്ഞു ഈ പാറ്റേണിലുള്ള. നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലെ സെന്റൻസുകൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു 9 സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് എക്സാമ്പിളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.